Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കിയല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഹോം മെയ്ഡ് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കുറച്ച് യൂസ് ചെയ്യാം. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് ചേർക്കാം. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെട്ടെന്ന് കിട്ടിയ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ജസ്റ്റ് ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓട്സ് ഒരു 1.5 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഓട്സും കൂടെ നമുക്കിതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓട്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തതെന്ന്. വളരെ കുറച്ച് ഉപ്പാണ് ഞാൻ ഇടുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതി. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ ഓട്സ് വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണയൊന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. 2 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുവാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ മുട്ട നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓട്സിലോട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും മല്ലിയിലയും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലൂടെയും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്രിയപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ.